കത്തിക്കയറി കൊട്ടിക്കയറി കൊട്ടിക്കലാശം പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ഏകദേശം അരമണിക്കൂർ മാത്രമാണ് മുന്നിലുള്ളത്. ഇപ്പോൾ തൃശൂർ നിയോജക മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി സനുക്കെ സജീവ് ചേരുകയാണ്. സനൂക്, തൃശൂരിൽ എത്രത്തോളം ആവേശത്തിലാണ് NTA പ്രവർത്തകർ? പ്രത്യേകിച്ച് ക്ലാസ് മണ്ഡലമാണ്. വിജയം സുനിശ്ചിതമെന്നുള്ള ആ ഒരു നിലയിലേക്കാണ് അവസാന ലാപ്പിലും മത്സരം എത്തിയിരിക്കുന്നത്. മത്സരം അത്രത്തോളം മുന്നേറിയിരുന്നു NTA-യുടെ ഈ ഒരു ആവേശം എങ്ങനെയാണ് ഈ ഒരു അവസാന ലാപ്പിലും ദൃശ്യമാകുന്നത്? എന്തായാലും തൃശൂർ പൂരത്തിന്റെ അവസ്ഥ ഇലഞ്ഞിത്തറ മണം പോലെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണന്റെ പ്രചാരണം കൊട്ടിക്കയറുന്നതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുകയാണ്. അതായത് ഇവിടെ ഒരു പ്രചാരണ ഫ്ലക്സ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. 50 വർഷത്തെ കുത്തക ഞങ്ങൾ തകർത്തിരിക്കും എന്നുള്ളൊരു ഫ്ലക്സ് ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ GSCBയുടെ മുകളിലേക്ക് കയറുകയാണ്. വലിയ നൃത്ത ചുവടുകളോടുകൂടി വലിയ ആവേശത്തോടുകൂടിയാണ് ഗോപാലകൃഷ്ണനെ പ്രവർത്തകർ ഈ ഒരു കൊട്ടിക്കലാശ വേദിയിലേക്ക് സ്വീകരിക്കുന്നത്. വലിയ ആവേശം എന്ന് പറഞ്ഞാൽ സ്ത്രീജനങ്ങളടക്കം ഗോപാലകൃഷ്ണനൊപ്പം നൃത്തം ചവിട്ടിക്കൊണ്ട് വലിയ രീതിയിൽ തന്നെ ആ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ഗുരുവായൂരിൽ ഉണ്ടാകുമെന്നും 50 വർഷത്തെ മൂല്യച്യുതി പൊളിച്ചെഴുതുമെന്നും അടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ ഗോപാലകൃഷ്ണൻ ഈ ഒരു കൊട്ടിക്കലാശ വേദിയിലേക്ക് കയറുന്നത്. വലിയ നൃത്തച്ചുവടുകളോടെ ഈ വേദിയിലേക്ക് എത്തിയത് തന്നെ വലിയ നൃത്തച്ചുവടുകളുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ സ്വരസിദ്ധമായിട്ടുള്ള ശൈലിയിലുള്ള ആ ചുവടുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇതാ ഈ ഗുരുവായൂരിലെ NDA പ്രവർത്തകർ ഒന്നാകെ ഒത്തുകൂടിയിരിക്കുകയാണ്. 50 വർഷത്തെ കുത്തക തകർക്കും എന്നാണ് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗുരുവായൂരിലെ ആവേശം എങ്ങനെയാണോ അതിന് സമാനമായിട്ടുള്ള നിലയിൽ തന്നെയാണ് തൃശ്ശൂരും അതേപോലെ തന്നെ നാട്ടികയിലും പുതുക്കാടുമെല്ലാം ഈ ഒരു കൊട്ടിക്കലാശം അവസാനിക്കുമ്പോൾ അവിടെയെല്ലാം സമാന നിലയിൽ തന്നെ ഒരു വിജയപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗോപാലകൃഷ്ണൻ നൃത്തച്ചുവടുകളുമായി എത്തി ആ പ്രവർത്തകർക്കൊപ്പം നിന്ന് നൃത്തം വയ്ക്കുന്നതാണ്. 50 വർഷത്തെ മൂല്യച്യുതി ഇടത് വലത് മുന്നണികൾ ഒരു സമുദായത്തിൽപ്പെട്ടത് മാത്രം സ്ഥാനാർത്ഥിയാക്കിയെടുത്ത് അതൊരു മാറ്റം വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ നൃത്തച്ചുവടുകളോടുകൂടി ഈ ഒരു കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളെല്ലാം മുൻപ് പറഞ്ഞതാണ് ഗോപാലകൃഷ്ണൻ ഉയർത്തിവിട്ട ആ ഒരു കാര്യങ്ങൾ ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1980 ശേഷം ഉണ്ടായിരിക്കുന്ന വ്യത്യാസം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. നൃത്തച്ചുവടുകളുമായിട്ട് NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനൊപ്പം തന്നെ ഗുരുവായൂർ നൃത്തം ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KP സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 50 വർഷമാകാലം മറ്റൊരു സമുദായത്തിലുള്ള ആൾക്കാർ, ഹൈന്ദവ സമുദായത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. അത് തുറന്നു കാട്ടുകയായിരുന്നു ഈ ഗോപാലകൃഷ്ണൻ ചെയ്തത്. എന്നാൽ അതിനെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയായിരുന്നു ഇടതും വലതും ചെയ്തത്. പക്ഷേ പൊതുസമൂഹം ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ വാക്കുകളെ, അതിന്റെ യാഥാർത്ഥ്യത്തെ, അതിന്റെ വാസ്തവത്തെ തിരിച്ചറിയുകയും അത് കൃത്യമായ രീതിയിൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു ജനകീയ മുഖമായി ബി ഗോപാലകൃഷ്ണൻ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഉയർത്തപ്പെട്ട ഒരു കാലയളവ് കൂടിയായിരുന്നു ഇത്. അത്തരത്തിലുള്ള വലിയ ഒരു പിന്തുണ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടവരുടെയും ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിന് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ആവേശം തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരിലുടനീളം ആ ഒരു ആവേശം പ്രകടമാണല്ലേ? തീർച്ചയായിട്ടും KP കഴിഞ്ഞ 50 വർഷമായിട്ട് ഗുരുവായൂരിന് സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിയാണ് ഗോപാലകൃഷ്ണൻ തുറന്നു കാട്ടിയത്. ഇതെല്ലാം കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അതെല്ലാം അമ്പേ പാളുന്ന കാഴ്ചയാണ് ഗുരുവായൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ നൃത്തച്ചുവടുകൾ പോലെ ഇങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ട് ഈ പറഞ്ഞ ആരോപണങ്ങളുടെ എല്ലാം നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണന്റെ അവസാനവട്ട തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം സമാപിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളുടെയും പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനം തൂക്കിയത് ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണൻ തൂക്കിയിരിക്കുകയാണ്. എന്തായാലും വലിയ മൂല്യച്യുതി ഉണ്ടായെടുത്ത് വലിയ രീതിയിൽ തന്നെ മാറ്റമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്തായാലും കേസുകളൊക്കെ കൊടുത്തിട്ടും അതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ അമ്പേ പാളിയ കേസുമായിട്ടാണ് പലരും ഇവിടെ പരസ്യ പ്രചാരണത്തിന് അവസാനം കൊട്ടിക്കലാശത്തിലെത്തിയിട്ടുള്ളത്. എന്തായാലും ഗോപാലകൃഷ്ണൻ നൃത്തച്ചുവടുകളുമായിട്ട് ഗുരുവായൂരിലേക്ക് നടന്നു കയറിയാണ്. ഗോപാലകൃഷ്ണൻ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ എഴുതി വെക്കുന്നത് പോലെ തന്നെ 50 വർഷത്തെ കുത്തക പൊളിക്കുമെന്നാണ് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സുരേഷ് ഗോപി നേടിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള വിജയം അത് 2026 ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. KP